ഹായ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ സ്ഥലം കണ്ടല്ലോ, ഇത് ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് നശിച്ചു പോയ എൻ്റെ ജമന്തികളെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ട് ഈ സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ജമന്തി എല്ലാം മാറ്റിയിട്ട് ഇന്നലെ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്തിട്ട് വീഡിയോ ഇപ്പോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വേറൊരു ഐറ്റം ചെടി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജമന്തി വെച്ചിരുന്ന കൂട്ടത്തിൽ തന്നെ ഒരു റെഡ് റോസ് ഞാൻ അവിടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിലവിലുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ 3 സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ മണ്ണ് നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ടിടുമ്പോൾ മണ്ണെല്ലാം സ്പ്രെഡായിപ്പോവും. നമ്മൾ ഇടുന്നടുത്ത് തന്നെ കറക്റ്റായിട്ടിരിക്കില്ല. അതുകൊണ്ട് 3 സെക്ഷനായിട്ട് തിരിച്ചു. അപ്പോൾ അത് തിരിക്കാൻ വേണ്ടി ഞാൻ കണ്ടോ ഇത് കംഫർട്ടിൻ്റെ ബോട്ടിലാണ്. അത് വരിയായി പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ടുള്ള ഈ കംഫർട്ടിൻ്റെയൊക്കെ ബോട്ടിൽ കൊണ്ട് ഇതിലൊക്കെ നല്ല ഉപയോഗമാണ്. പിന്നെ ഇതിൽ ചെടി നടാനും പറ്റും കേട്ടോ. കംഫർട്ടിൻ്റെ ബോട്ടിലിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വാള് പോലെ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ആ ഇടുന്ന മണ്ണ് സ്പ്രെഡായി പോകില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു ബോട്ടിൽ കൂടെ വയ്ക്കാൻ പറ്റുമോ. ഇവിടെ 4 എണ്ണം തന്നെ ഇരിക്കും. മതി. അതൊരു ചെറിയ കല്ലിൻ്റെ പീസ് വയ്ക്കാം. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് ഏരിയ ഉണ്ട്, പക്ഷെ അത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, തനിയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് പാർട്ടായിട്ട് ചെയ്യുകയാണ്. ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കുറച്ച് ഇത് വീണ് അങ്ങനെ മൊത്തത്തിലൂടെ ഹാങ്ങിങ് പ്ലാന്റുകളാണ് കേട്ടോ. അത് നമ്മൾ എത്ര തന്നെ പറിച്ച് കളഞ്ഞാലും അത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്. ഞാൻ മുമ്പ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഹാങ്ങിങ് പ്ലാന്റ്. അതിൻ്റെ തൈ വീണ്ടും പിടിച്ചു വരികയാണ്. അപ്പോൾ കണ്ടല്ലോ, 3 സെക്ഷനായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. 1, 2, 3. ഒരെണ്ണം ഞാൻ നേരത്തെ അവിടെ വച്ചിട്ടുണ്ട് കംഫർട്ടിൻ്റെ ബോട്ടിൽ. ഇതിലേക്ക് ഞാൻ മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് വരികയാണ്. ഇങ്ങനെ 3 സെക്ഷനായിട്ട് തിരിക്കുമ്പോൾ ഉള്ള നേട്ടം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ മിക്സിയിൽ എന്തൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചകിരിച്ചോറ്, മണൽ, പിന്നെ ചാണകപ്പൊടി, ഈ 3 ഐറ്റമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ.
നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യുമ്പോൾ തണുപ്പ് കാരണം ഒരു ചെറിയ കിതപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ ബ്രീത്ത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ബ്രീത്ത് കുറച്ച് പിടിച്ച് സംസാരിക്കണം കേട്ടോ. അപ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ ഒരു ഫീൽ. ക്ഷമിക്കണം, വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ക്ഷമിക്കണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒരു മൈൻഡില്ല. പുതിയ ആളായതുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ, ഞാൻ പഴയ ആൾ തന്നെയാണ്. യൂട്യൂബിൽ വന്നിട്ട് തന്നെ ഒത്തിരി കാലമായി. പക്ഷേ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഈയിടെ കാലത്താണ്. 2023 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 2025 തോന്നുന്നു തുടക്കത്തിൽ അങ്ങനെയാണ് ചെയ്ത്. സമയം കിട്ടാറില്ല. അപ്പോൾ ഓക്കെ, ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഓരോ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ മാറ്റി പിടിപ്പിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ തൽക്കാലം എനിക്കിഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് എടുക്കുന്നത്. അതിൻ്റെയൊക്കെ ചീത്തയായിട്ടുണ്ട്, മണ്ണൊക്കെ ചീത്തയായി പോയിട്ടുണ്ട്. ഈ സാധനം വളർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അരയിലിയ പോലുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ പ്ലാന്റായിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഈ ഭാഗത്ത് സൺലൈറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇതേപോലുള്ള ഇൻഡോർ പ്ലാന്റ് പോലുള്ള ചെടികൾ വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ച് സമയം കുത്തിയിരിക്കുമ്പോഴേ കാല് വേദനിക്കും. ഒരു പ്ലാന്റ്, ഇതൊരു പ്ലാന്റ്, ഈ ഒരു ഐറ്റം ഉണ്ട്. ഇത് കുഞ്ഞു മുല്ല എന്നാണ് പറയുന്നത്. എൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ ഓൺലൈനിൽ ഒരു നഴ്സറിയുടെ ഇതിൽ നോക്കിയപ്പോൾ അവർ ചെറിയ മുല്ല എന്നാണ് ഇതിനെ പറഞ്ഞത്. ഇതിൽ കുഞ്ഞു കുഞ്ഞു വെള്ള ഫ്ലവർ വരും കേട്ടോ, നല്ല ഭംഗിയാണ്. നമുക്കിത് ഡിസൈൻ ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ്. അപ്പോൾ അതിനെ അടുത്തായിട്ട് സ്ഥാപിക്കാം. അതിന് മുന്നേ ഒരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ, വിങ്ക റോസ്. ഇത് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമുക്ക് ഈ വിങ്ക റോസ് ആദ്യം പിടിപ്പിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ സ്പേസ് ഇതായി പോകും. കൊള്ളാമോ? വിങ്ക റോസാണ് അടുത്ത് വെച്ചത്. അടുത്തതായിട്ട് കുഞ്ഞു റോസ്. ഈ റോസ് കണ്ടോ, ഈ റോസാണ്. അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഞാൻ റെഡ് റോസാണ് വെച്ചിരിക്കുന്നത്. ഇത് മറ്റേ കുഞ്ഞ് പിങ്ക് റോസ്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണ്. എന്ന് വെച്ചാൽ നിറഞ്ഞു വരും. അപ്പോൾ അത് നമ്മൾ ചട്ടിയിൽ വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഗ്രൗണ്ടിൽ പിടിപ്പിക്കുമ്പോൾ നിറയെ പൂക്കളുണ്ടാകും. അത് വെച്ച് കൊടുക്കും അടുത്ത്. ഇതാണ് കേട്ടോ, നിറയെ പ്ലാന്റ് ഉണ്ട്. ഞാൻ പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സെലക്ട് ചെയ്ത് തന്നേ ഉള്ളൂ. റോസ് നമ്മൾ വയ്ക്കുമ്പോൾ ആ ചട്ടിയിൽ നിന്ന് അതേപോലെ എടുക്കണം. എന്നിട്ട് താഴ്ഭാഗം കുറച്ച് പൊളിച്ച് കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ റോസ് ചിലപ്പോൾ രണ്ടാമത് പിടിപ്പിക്കുമ്പോൾ പിടിച്ച് കിട്ടാൻ സാധ്യത കുറവാണ്. പൊട്ടിപ്പോയി കേട്ടോ ഞാൻ പിടിച്ചപ്പോഴത്തേക്ക്. കാല് വേദനിക്കും, കുത്തിയിരിക്കുമ്പോഴേ കാല് വേദന എടുക്കും.
അടുത്ത ഐറ്റമാണ് ഈ മുല്ല. ഞാൻ പറഞ്ഞില്ലേ, ആ മുല്ല ഐറ്റം നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പ്ലാന്റ് 2-3 തൈ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമുക്കെടുത്ത് വയ്ക്കാം. 2-3 എണ്ണം ഒരുമിച്ചാണ് ഞാൻ പിടിപ്പിച്ചിട്ടുള്ളത്. വരുന്നില്ല കേട്ടോ, നല്ലതായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ഇത് മാറ്റി പിടിക്കുമ്പോൾ അത് പിടിച്ച് കിട്ടാനും കുറച്ച് പ്രയാസമാണ്. ഇത് വേര് പൊട്ടിയാലുണ്ടല്ലോ, ഇത് പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കുറച്ച് വേര് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ബോർഡർ നമുക്ക് വേണമെങ്കിൽ പച്ച കളറിലുള്ള ചെടിയുണ്ടല്ലോ, ഗ്രൗണ്ടിലൊക്കെ പിടിപ്പിക്കുക, അത് നമുക്ക് വേണമെങ്കിൽ പിടിപ്പിക്കാം. ഈ ഒരു ഐറ്റം നമുക്ക് ബോർഡർ പിടിപ്പിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ചെടി ഞാൻ വെറുതെ ഒന്ന് കുത്തി വയ്ക്കണം. ഇത് പിടിപ്പിച്ചാലുള്ള നേട്ടമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാ ഈ കല്ലൊക്കെ വെച്ചിരിക്കുന്നില്ലേ, അത് വളർന്ന് വരുമ്പോഴത്തേക്കും മറഞ്ഞ് കാണും. അതിന് വേണ്ടിയാണ് ഞാൻ പിടിപ്പിക്കുന്നത്. എത്രത്തോളം പിടിച്ച് കിട്ടുമെന്ന് അറിഞ്ഞൂടാ, കുറച്ചായിട്ട് വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അത് വെച്ച് നോക്കാം. നമ്മൾ ഞാറ് നടുമ്പോലെ, വയലിൽ ഞാറ് നടുമ്പോലെ അത് പിടിപ്പിക്കാവുന്നതാണ്. പക്ഷെ വളർന്ന് കിട്ടിയാൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായിട്ട് യൂസാക്കിയിട്ട് ബോൾ പോലെയൊക്കെ ചെയ്ത് പിടിപ്പിക്കാം. നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ചെടി വളർന്ന് കിട്ടുമ്പോൾ. ഇതിങ്ങനെ നടാനാണ് ബുദ്ധിമുട്ട്. എല്ലാവരും കുത്തി നട്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലൊരു സന്തോഷം വേറെ ഇല്ല. പക്ഷെ ഇത് നട്ട് പിടിപ്പിക്കാൻ കുറച്ച് പാടാണ്. ഓരോന്നായിട്ട് കുത്തി വയ്ക്കണം. വളരുന്നതനുസരിച്ച് ഇത് കട്ട് ചെയ്ത് വിടണം, എന്നാലേ അത് നല്ല ബുഷിയായിട്ട് വളരത്തുള്ളൂ. ഞാൻ ഇത് എടുത്തത് കുറഞ്ഞു പോയെന്ന് തോന്നുന്നില്ല കേട്ടോ. ഈ വീഡിയോ ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഷോർട്സിൽ ഞാൻ ഇങ്ങനെ പിടിച്ച് കാണിക്കാം കേട്ടോ. ഈ കംഫർട്ടിൻ്റെ ബോട്ടിലൊക്കെ മറഞ്ഞു കിട്ടി. ഇത് വെച്ചാൽ കുറച്ചുകൂടെ എടുത്ത് വരട്ടെ, അകത്തേക്ക്.
നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എത്ര സിമ്പിളായിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും പൈസയൊക്കെ മുടക്കി ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ സ്വന്തം ശൈലിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാം. അതിൽ കിട്ടുന്ന സന്തോഷം അത് വേണം കേട്ടോ. നമ്മുടെ സ്വന്തം ഐഡിയയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇത് ഈ കംഫർട്ട് ബോട്ടിലിൻ്റെ 2 സൈഡിൽ പിടിപ്പിക്കാം. ഞാൻ അത് പിടിപ്പിച്ചില്ല കേട്ടോ. അത് ഞാൻ പിന്നീട് പിടിപ്പിക്കാം, വീഡിയോ ലെങ്തി ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. കാണാൻ കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങി നിൽക്കാം കേട്ടോ. കാണാമല്ലോ അല്ലേ, ഞാൻ ചെയ്ത ഭാഗമാണോ കാണുന്നത്? അയ്യോ, ഇതെവിടെ പോയി? മുകൾ ഭാഗമാണല്ലോ കാണുന്നത്. ഈ ഫോൺ എങ്ങനെ പിടിക്കണമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് വേറെ എങ്ങനെതാണ്ടാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നോ? ആ, ഇപ്പം കാണാം. ഇത് ഈ പോർഷനാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് അറിയിക്കണം. ഓക്കെ, ബൈ.